ചെയ്യാം. ഓക്കെ. അവിടെ തുണികൾ കഴുകി ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ടെറസിൽ ഇടണം എന്നാണ് ഭാര്യ പറഞ്ഞത്. അത് നമുക്ക് ഇപ്പം തന്നെ ചെയ്തേക്കാം. ഇനി ഇത്തിരി കഴിയുമ്പോൾ വെള്ളം നമ്മൾ ബക്കറ്റിൽ പിടിച്ച് വെച്ചിട്ടുണ്ടാകും. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുവെക്കണം. അതും നമ്മുടെ ഒരു ജോലിയാണ്. ഈ തേങ്ങ തിരികുന്നത് പൊതുവേ ഈ കൈക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ത്രീകൾക്കും അതല്ലാത്തവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാകുന്ന സമയങ്ങളിൽ അതൊന്ന് സഹായിച്ചു കൊടുക്കുക. ഈ വലിയ മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അത് വൃത്തിയാക്കുന്നതിനും കറി വെക്കുന്നതിനുമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഭാര്യമാരെ കിച്ചണിൽ ഒന്ന് സഹായിക്കുവാൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷകരമായിരിക്കും. ഇതൊന്നും ചെയ്യാതെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഓർഡറുകൾ മാത്രം ഇടുകയും ആ കൊണ്ടുവരുന്ന സാധനങ്ങൾക്കെല്ലാം കുറ്റം പറയുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവിടെയൊന്നും ഒരിക്കലും സ്നേഹം അത്ര വലിയ കാര്യമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോ എന്ന് തന്നെ അർത്ഥം പറയേണ്ടി വരും. നിങ്ങൾക്ക് എത്ര ആഡംബരങ്ങളുണ്ടായാലും കോടിക്കണക്കിന് രൂപയുണ്ടായാലും വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കുവാനും എല്ലാ കാര്യങ്ങളിലും ചില അഭിപ്രായങ്ങൾ യോജിപ്പിലെത്തുവാൻ വേണ്ടി സംസാരിക്കുവാനും ഒക്കെ ചെയ്യുവാൻ കഴിഞ്ഞാലാണ് ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നത്. ഞാനാണ് പുരുഷൻ, ഞാനാണ് എല്ലാം ഇവിടെ കൊണ്ടുവരുന്നതെന്നുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുകയും അത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജീവിതം നരകതുല്യമായി മാറുന്നത്. നിങ്ങൾക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകുവാൻ ഒരു ഭാര്യയും ഭർത്താവും വിചാരിച്ചാൽ സാധിക്കും. നിന്റെ ത്യാഗങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു, എല്ലാത്തിനും ഞാനുണ്ടല്ലോ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറിയ സിമ്പിളായ വാചകങ്ങൾ കൊണ്ടുപോലും ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കുവാൻ കഴിയും. പക്ഷേ അത് പറയുവാനുള്ള ഒരു മാനസികാവസ്ഥയും മനസ്സും നിങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം. ₹1 ചിലവില്ലാത്ത കാര്യങ്ങളാണിത്. എത്ര പ്രശ്നങ്ങളും നമുക്കില്ലാതാക്കുവാനും സ്നേഹം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ പറയുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് അത് സഹായകമാകും. എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പക്ഷേ അവിടെ നിങ്ങൾക്ക് പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഒരു സംഗതി ക്യാൻസർ പോലെ നിങ്ങളെ പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും കഴിയുകയില്ല. അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലൊന്ന് പെരുമാറുവാൻ കഴിഞ്ഞാൽ, നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് മാത്രം. അപ്പോൾ ഇനി ഇല്ല, തുണി നമുക്ക് ബക്കറ്റ് എടുത്ത് മേളിൽ കൊണ്ടുപോയി ഇടണം. ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് സംസാരിക്കാം. ഓക്കെ.